നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമ്മുടെ UDFിൻ്റെ നേതൃത്വം, അതായത് VD സതീശൻ അടക്കമുള്ള, അതോടൊപ്പം അജയ് തറയിലടക്കമുള്ള, അങ്ങനെ നമുക്ക് അടൂർ പ്രകാശ് അടക്കമുള്ള, ആന്റോ ആന്റണി അടക്കമുള്ള, അങ്ങനെ നിരവധിയായി വരുന്ന UDFിൻ്റെ നേതൃത്വം ഒരു വലിയ വിഷപ്പാമ്പിനെ എടുത്ത് സ്വന്തം കഴുത്തിൽ ചുറ്റിയിരിക്കുകയാണ്. കഴുത്തിൽ ചുറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ ചുറ്റി വരിഞ്ഞ് നിർത്തിയിരിക്കുകയാണ്. എന്തിനാണെന്ന് ചോദിച്ചാൽ ആ പാമ്പിൻ്റെ പത്തി നേരെ മുന്നോട്ട് പോയി LDFിലുള്ള ആരെയെങ്കിലും കൊത്തി വീഴ്ത്താൻ വേണ്ടിയിട്ട്. അതാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള കേസ്. ആ സ്വർണ്ണക്കൊള്ള കേസ് എന്ന് പറയുന്ന ആ പാമ്പ് ഇപ്പോൾ കഴുത്തിലിട്ടുകൊണ്ട് നിൽക്കുന്ന UDFിൻ്റെ നേതൃത്വത്തെ ഓരോരുത്തരെയായി ഇഞ്ചിഞ്ചായി കൊത്തിക്കൊണ്ടിരിക്കുകയാണ്, ഞാഞ്ഞ് കൊത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ശബരിമല ദ്വാരപാലക ശില്പത്തിൻ്റെ പീഠം കാണാതെ പോയി എന്നതായിരുന്നല്ലോ ആദ്യത്തെ പരാതി. അതിനുശേഷം നടത്തിയ ഓരോ ക്രമക്കേടുകളും 1, 1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് കണക്കനുസരിച്ച് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അടൂർ പ്രകാശ് ചോദ്യമുനയിൽ നിൽക്കുന്നു, ആന്റോ ആന്റണി ചോദ്യമുനയിൽ നിൽക്കുന്നു, അജയ് തറയിൽ ചോദ്യമുനയിൽ നിൽക്കുന്നു. അതോടൊപ്പം കോൺഗ്രസിലെ 3 നേതാക്കന്മാർ ഇതിനുള്ളിലേക്ക് ഇപ്പോൾ അകപ്പെടാൻ പോവുകയാണ്. 3 നേതാക്കന്മാർ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരും ഇതിന് ഒപ്പം ചാരി നിന്നവരും എല്ലാവരും ഇതിനകത്ത് പെടാൻ പോയി. എന്തിനേറെ യശശരീരനായ പ്രയാർ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരെ ഇപ്പൊ ചോദ്യത്തിന്റെ മുന്നിൽ ഇങ്ങനെ വിറങ്ങലിച്ചു നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിയില്ലേ കാര്യങ്ങൾ. എല്ലാത്തിനും കാരണം ആരാണ്? LDFിനെ വീഴ്ത്താൻ വേണ്ടി UDFുകാർ കണ്ടെത്തിയ ഒരു തന്ത്രം, ഒരു കള്ളത്തരം. ആ കള്ളത്തരം കാണിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയത് എപ്പോഴാണ്? ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന VD സതീശന്റെ കരുക്കൾ നീക്കിക്കൊണ്ടിരുന്ന ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് ദ്വാരപാലക ശില്പത്തിന്റെ പീഠം കണ്ടെത്തുന്നതോടുകൂടി ഇതിന്റെ പിന്നിൽ നടന്ന ഒരു വലിയ ഗൂഢാലോചനയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിന് പിന്നാലെ ഇവരെല്ലാവരും ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും ഇവിടുത്തെ ഇടതുപക്ഷ മന്ത്രിമാർക്കെതിരെ ഉയർത്തിക്കൊണ്ടിരുന്ന ആരോപണങ്ങൾ, VN വാസവനെതിരെ ഉയർത്തുന്ന ആരോപണങ്ങൾ, കടകംപള്ളി സുരേന്ദ്രനെതിരായി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ എല്ലാം ഒരു വശത്ത് ഇങ്ങനെ ആരോപണങ്ങളുടെ ചീട്ടുകൊട്ടാരം ഇങ്ങനെ ഉയർന്നു പൊങ്ങുമ്പോഴും പെട്ടെന്നതാ ഒരു വെള്ളിടി പോലെയാണ് ആ ഫോട്ടോ വന്ന് വീഴുന്നത്. അടൂർ പ്രകാശിനെയും ആന്റോ ആന്റണിക്കും ഒപ്പം സോണിയാഗാന്ധിയെ കണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും ഗോവർദ്ധന്റെയും ചിത്രമായിരുന്നു അത്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി വന്ന് 2004 എന്നുള്ള കാര്യം. അപ്പോഴും KC വേണുഗോപാൽ എന്ന് പറയുന്ന കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കളം പിടിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ആലപ്പുഴക്കാരുടെ MP ഇതിനകത്ത് ആ സമയത്ത് ദേവസ്വം ബോർഡിന്റെ മന്ത്രിയായിരുന്നു എന്നുള്ള വിവരവും പുറത്തേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും അവിടെ നിന്ന് ഒഴിവാക്കപ്പെട്ടു പോയ ഇതേ ആള് തന്നെ വീണ്ടും ഈ UDFിന്റെ ഭരണകാലഘട്ടത്തിൽ 2011 ശേഷം വീണ്ടും എത്തുന്നു. വീണ്ടും 2 തവണ ക്രമക്കേടുകൾക്ക് പിടിക്കപ്പെടുന്നു, പുറത്തേക്ക് പോകുന്നു, വീണ്ടും അദ്ദേഹം തിരിച്ചു വരുന്നു. അങ്ങനെ അതിശക്തന എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് 2017 നടത്തിയ ഒരു വലിയ കൊള്ള, തന്ത്രിയെ കൂട്ടുപിടിച്ചുകൊണ്ട് അവിടുത്തെ ശബരിമലയിലെ അവിടെ നിൽക്കുന്ന കൊടിമരത്തിന്റെ ചോട്ടിൽ ഉറുമ്പരിക്കുന്നു, ചെതലരിക്കുന്നു എന്ന് പറയുന്ന കള്ളപ്രമാണങ്ങൾ ചമച്ചുകൊണ്ട്, അനുജ്ഞ എന്നുള്ള പേരിൽ കള്ളത്തരം പറഞ്ഞുകൊണ്ട്, അവിടുത്തെ അയ്യപ്പനെ പോലും പറ്റിച്ചുകൊണ്ട് അവിടുത്തെ കൊടിമരം വരെ ഊരി വിറ്റു. അതിനകത്തേക്ക് കിട്ടിയതിനകത്ത് വമ്പൻ ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത്. നമ്മൾ പരിശോധിക്കാൻ മനസ്സിലാക്കാൻ വേണ്ടത് ഇതിലേക്ക് അതിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായി വന്നത് ആകപ്പാടെ 9.34 കിലോഗ്രാമാണ് ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. അതായത് 9.161 കിലോഗ്രാം ഫിനിക്സ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് നൽകിയിരുന്നു. അപ്പോൾ അജയ് തറയിൽ പറഞ്ഞ എന്താ, ഈ ഫിനിക്സ് ഗ്രൂപ്പ് അവരായിരുന്നു സ്പോൺസർ. ഏകദേശം 3,20,300 രൂപ, 20,300 രൂപയാണ് ഇതിന്റെ ചെലവെന്ന് അവിടുത്തെ എഞ്ചിനീയർമാർ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നു. ശബരിമലയിലെ ഈ പറയുന്ന കൊടിമരം സ്വർണം പൊതിയാൻ കോൺക്രീറ്റ് ചെയ്ത കൊടിമരത്തിന് 40 വർഷത്തിന് മേലെ അവർ ഗ്യാരണ്ടി പറഞ്ഞ കൊടിമരത്തിന്റെ ചോട്ടിലാണ് ഈ പറയുന്ന ഒരു സുപ്രഭാതത്തിൽ ചെതലരിച്ച് കയറിയത്, കോൺക്രീറ്റ് ചെയ്തതിന്റെ ചോട്ടിൽ. അപ്പോഴും എന്തൊക്കെ കള്ളത്തരങ്ങളാണ് ശബരിമലയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതെല്ലാം കൂടെ അടിച്ചുകൊണ്ട് പോകാനുള്ള വ്യഗ്രത. 2017 ദേവസ്വം ബോർഡിന്റെ കാലാവധി അവസാനിക്കുന്നതിന് മുൻപായി ഇതെല്ലാം എങ്ങനെയെങ്കിലും അടിച്ചുകൊണ്ട് പോകണമെന്നുള്ള ഒരൊറ്റുദ്ദേശം 2017 മാർച്ചിൽ ഉണ്ടാക്കിയ ഒരു മഹസർ പ്രകാരം, ഒന്നാമത്തെ മഹസർ പ്രകാരം ഒരു നടൻ 80.490 ഗ്രാം അവിടെ സ്വർണം കൊടുത്തിരുന്നുവെന്നും മറ്റൊരു നടൻ ഉൾപ്പെടെ മറ്റൊരു മഹസർ ഉണ്ടാക്കുന്നു. ആ മറ്റൊരു മഹസർ പ്രകാരം 246.510 ഗ്രാം ആണ് ഉള്ളതെന്ന് കാണിക്കുന്നു. ഇതിലേതാണ്, ആരാണ്, എങ്ങനെയാണ് വിശ്വസിക്കേണ്ടത്? ഇതൊക്കെയാണ് കള്ളത്തരങ്ങളുടെ ഒരു കുടിലത, ഒരു കള്ളത്തരങ്ങൾ കൊണ്ട് കൂടാരം കിട്ടുക എന്ന് പറയുന്നില്ലേ. എന്നിട്ട് അവിടെ വേണ്ടിയിരുന്നത് ഏകദേശം കിട്ടിയത് 9.573 കിലോഗ്രാം ആണ് കിട്ടിയത് അവിടെ ആകെ കിട്ടിയത്.
അതിനുശേഷം അവിടെ ചെലവായത് 9.34 കിലോഗ്രാമാണ് അവിടെ ഉപയോഗിച്ച സ്വർണത്തിന്റെ അളവ്. അപ്പോൾ ബാക്കി സ്വർണമൊക്കെ എവിടെ? ബാക്കി സ്വർണം ആര് കൊണ്ടുപോയി? എങ്ങോട്ട് കൊണ്ടുപോയി? അജയ് റൈൽ പറഞ്ഞത് ഫിനിക്സ് ഗ്രൂപ്പുകാർ മാത്രമാണ് സ്പോൺസർ ചെയ്തതെന്നാണ്. വേറെ ആരുടെയും കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന് അവിടെ നിൽക്കുന്ന അഡ്വക്കേറ്റ് കമ്മീഷണറുണ്ട്. ഈ അഡ്വക്കേറ്റ് കമ്മീഷണർ പറഞ്ഞ എന്താ? വാജിവാഹനം കൊടുക്കേണ്ടത് നിയമപരമായിട്ട് കൊടുത്തതാണ് എന്ന്. പക്ഷേ ഈ പറയുന്ന ആള് തന്നെ ASP കുറുപ്പ് എന്ന് പറയുന്ന അന്നത്തെ അഡ്വക്കേറ്റ് കമ്മീഷണർ തന്നെ പലരുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങിയിട്ടുണ്ട്. 27 പേരിൽ നിന്നാണ് സ്വർണം വാങ്ങിയിരിക്കുന്നത്. അതിൽ പല നടന്മാരുമുണ്ട്. സുരേഷ് ഗോപി അടക്കമുള്ള, ഈ സുധീർ കരമന അടക്കമുള്ള, രഞ്ജി പണിക്കർ അടക്കമുള്ള പല നടന്മാരുടെ കയ്യിൽ നിന്നും ഉൾപ്പെടെ നിരവധി 27 പേരുടെ കയ്യിൽ നിന്നും സ്വർണം വാങ്ങിയിട്ടുണ്ട്. ആ സ്വർണത്തിനൊന്നും യാതൊരു രേഖകളുമില്ല. എത്ര സ്വർണം വാങ്ങിയെന്നോ അത് ആരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയെന്നോ തുടങ്ങി ഒരു വിവരങ്ങളും എങ്ങും രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. അവരാരും പുറത്ത് വിട്ടിട്ടുമില്ല. സുരേഷ് ഗോപി ആകട്ടെ പറയില്ല, സുധീർ കരമന പറയില്ല, ഈ പറയുന്ന രഞ്ജി പണിക്കരാകട്ടെ ഒരാൾ പോലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇത്ര ഗ്രാം സ്വർണമാണ് ഞങ്ങൾ ശബരിമലയ്ക്ക് വേണ്ടി ദാനം അല്ലെങ്കിൽ സംഭാവനയായി നൽകിയത് എന്ന്. അപ്പോൾ അജയ് റൈൽ പറയുന്നത് വെറും 9.161 കിലോഗ്രാം സ്വർണം മുഴുവനായി നൽകിയത് ഫിനിക്സ് ഗ്രൂപ്പാണ് എന്ന്. അപ്പോഴും കണക്ക് ശരിയാവുന്നില്ല. അപ്പോഴും നമ്മൾ നോക്കേണ്ടത് കൈവശമുണ്ടായിരുന്ന 9.573 കിലോഗ്രാം സ്വർണമായിരുന്നു. അപ്പോൾ 9.161 കിലോഗ്രാം സ്വർണം ഫിനിക്സ് ഗ്രൂപ്പ് നൽകുകയും പിന്നീട് 9.34 കിലോഗ്രാം സ്വർണം അവിടെ ആവശ്യം വന്നു. അപ്പോൾ കിട്ടിയതെത്ര, ഉപയോഗിച്ചതെത്ര, സ്പോൺസർഷിപ്പിലൂടെ വന്ന എത്ര എന്ന് അതിൻ്റെ ആ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് നടന്ന ഒരു വലിയ ചതിയും വലിയൊരു കള്ളത്തരവും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വാജിവാഹനം കൊടുത്തുവിടുന്നത്? ഈ പറയുന്ന ദൈവഹിതമാണ് എന്നുള്ള തരത്തിലേക്ക് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചത് എന്നുകൂടി ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അതായത് ഈ ASP കുറുപ്പ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് കമ്മീഷണറുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതര വീഴ്ച അത് കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിജിലൻസ് അന്വേഷണത്തിലേക്ക് പോകാൻ കോടതി തന്നെയാണ് പറഞ്ഞത്. 90 ദിവസത്തിനകത്ത് അന്വേഷണം നടത്തി അതിൻ്റെ റിസൾട്ട് ഇവിടെ കൊണ്ടുവന്ന് നൽകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ഒരാളുടെ കയ്യിൽ നിന്ന് ഒരാൾക്ക് പോലും റെസീറ്റ് നൽകാതെ ഒരാളുടെ പക്കൽ നിന്ന് എത്ര കിലോഗ്രാം സ്വർണം വാങ്ങി അല്ലെ എത്ര ഗ്രാം സ്വർണം വാങ്ങി എന്നുള്ള കണക്കുകളില്ലാതെ ഈ രീതിയിൽ ശബരിമലയിൽ ഒരു വലിയ സ്വർണ്ണ തട്ടിപ്പ് തന്നെ നടത്തിയ കൂട്ടരാണ് UDF-കാർ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. LDF-നെ കൊത്താൻ വേണ്ടി സ്വന്തം കഴുത്തിൽ ചുറ്റിക്കൊണ്ടൊരു പാമ്പിനെയും കൊണ്ട് നടന്ന UDF-നെ തിരിച്ചു കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പാമ്പ്. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ രാഷ്ട്രീയ, എന്നിട്ട് അടൂർ പ്രകാശിനെ ഇത് ചെയ്യുന്ന സമയത്ത് അത് രാഷ്ട്രീയ പ്രേരിതമാണ്. ഇവിടെ അജയ് റൈൽ പറയുന്നത് എന്താ? ഒരു CPM-കാരൻ തന്നെ വിളിച്ചിരുന്നു അത്രേ. തന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ പറയുന്ന പുതിയുഗ യാത്ര എറണാകുളത്ത് എത്തുമ്പോൾ അജയ് റൈൽ അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊരു CPM-കാരൻ വിളിച്ചു പറഞ്ഞു. കാരണം എന്താണ്? അടൂർ പ്രകാശിനെ ഈ പറയുന്ന അതിന് ഉദ്ഘാടനത്തിന്റെ ഒട്ടടുത്ത ദിവസം തന്നെ അടൂർ പ്രകാശിനെ SIT അന്വേഷണത്തിന് വിളിപ്പിക്കുന്നു. അന്വേഷണത്തിന് വിളിപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. എന്നാൽ ചോദിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പോലും ഈ അടൂർ പ്രകാശ് തയ്യാറാവുന്നില്ല. പകരം അത് ചോദിച്ച മാധ്യമപ്രവർത്തകരുടെ നേരെ കയർക്കുകയാണ് ചെയ്തത്. എന്തിനാണ് നിങ്ങൾക്ക് ഇത്ര വാശി? എന്തിനാണ് MP ആയിരിക്കുന്ന അടൂർ പ്രകാശും UDF-ന്റെ കൺവീനർ ആയിരിക്കുന്ന അടൂർ പ്രകാശ് എന്തിനാണ് സ്വന്തം ഔദ്യോഗിക അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക വാഹനം ഒഴിവാക്കിക്കൊണ്ട് ഒരു സ്വകാര്യ വാഹനത്തിൽ അവിടേക്ക് എത്തുന്നത്? ആരെ ഒളിച്ചു കളിക്കാൻ വേണ്ടിയിട്ട്? ആരുടെ മുമ്പിൽ ഒളിച്ചു കളി നടത്താൻ വേണ്ടിയിട്ട്? എന്തിനാണ് നിങ്ങൾ മാധ്യമങ്ങളോട് ചൂടായത്? എന്തിനാണ്? ഒളിപ്പിക്കാനൊന്നും ഇല്ലാത്ത ഒരാൾ ചൂടാവൂ? അപ്പൊ എന്തൊക്കെയോ അടൂർ പ്രകാശിനെ ഒളിപ്പിക്കേണ്ടതുണ്ട്. ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ ഗിഫ്റ്റുകൾ ഒന്നും തന്നെ ഈന്തപ്പഴമായിരുന്നില്ല, അണ്ടിപ്പരിപ്പായിരുന്നില്ല, സഹോദരിയുടെ മകളുടെ ഇൻവിറ്റേഷൻ കാർഡുമായിരുന്നില്ല. അത് വ്യക്തമല്ലേ? ഇൻവിറ്റേഷൻ കാർഡ്, അതാണ് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻവിറ്റേഷൻ കാർഡ് കിട്ടിയെങ്കിൽ പിന്നെ ആ സഹോദരിയുടെ മകളുടെ കല്യാണത്തിന് ഏതെങ്കിലും ഒരു KPCC ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ട് വേണമായിരുന്നു അടൂർ പ്രകാശിന് അവരുടെ വീട്ടിലേക്ക് പോകാൻ. ഇൻവിറ്റേഷൻ ഓൾറെഡി ഉണ്ടല്ലോ. പിന്നെ ഈ പറയുന്ന അവിടെ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹോദരി സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറിയായിട്ട് വിരമിച്ച ഒരാളാണെന്നും നമ്മൾ പോകേണ്ടത് അത്യാവശ്യമാണ് എന്ന് KPCCയിലെ ജനറൽ സെക്രട്ടറിയായ രമണി S. നായർ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയത് എന്ന് പിന്നീട് ഒരു അവസരത്തിൽ അദ്ദേഹം വ്യക്തം പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിലേതാണ് ശരി? ഇൻവിറ്റേഷൻ കിട്ടിയിട്ടാണോ പോയത്? രമണി S. നായർ പറഞ്ഞിട്ട് പോയതാണോ? ഇത് രണ്ടിലും ഒരു കോൺട്രാഡിക്ടറി ഫാക്ടർ ഉണ്ട്. ഒന്ന് അറിഞ്ഞു കേട്ട് പോയി എന്നും ഒന്ന് വിളിച്ചിട്ട് പോയി എന്നുമാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതൊന്നുമല്ല. പല ആവർത്തി എന്തിനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അയാൾ അദ്ദേഹത്തിന്റെ വീട്ടിലും അദ്ദേഹത്തിന്റെ അടുക്കലും നിത്യ സന്ദർശകനായി ഈ പറയുന്ന അടൂർ പ്രകാശ് മാറിയത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇനി അതെല്ലാം പോട്ടെ. ഈ കഴിഞ്ഞ ദിവസം ആന്റോ ആന്റണിക്കെതിരായി 2 കോടി രൂപയുടെ അഴിമതി കഥ പുറത്തേക്ക് വന്നല്ലോ. അതായത് 2.5 കോടി രൂപ
കൊണ്ടുവന്ന് ഈ പറയുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസിൽ കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് തന്ത്രിയായിരുന്നു. ആ തന്ത്രി പിന്നീട് അതുമായി ബന്ധപ്പെട്ട് അത് പൊളിഞ്ഞു പോയിട്ടും അതുമായി ബന്ധപ്പെട്ട് കേസിന് പോകാനോ കോടതിയിലോ പോലീസിലോ ഒന്നിലും പോകാൻ തയ്യാറായില്ല. അത് പിന്നീട് ആന്റോ ആന്റണി അവിടുന്ന് പിൻവലിച്ചതായി കാണുന്നു 2.5 കോടി രൂപ. പിന്നീട് ആന്റോ ആന്റണിക്ക് തെരഞ്ഞെടുപ്പ് സംഭാവനയായി നൽകിയതാണ് എന്ന് പറയുന്നൊരു കഥ പുറത്തേക്ക് വരുന്നു. എന്നാൽ വാങ്ങിയോ ഇല്ലയോ, എത്ര രൂപ വാങ്ങി, എത്ര രൂപ തിരിച്ചടച്ചു, ഇതുമായി ബന്ധപ്പെട്ട് ഒരു വാക്ക് പോലും പറയാൻ എന്തുകൊണ്ടാണ് ആന്റോ ആന്റണി കഴിയാതെ പോകുന്നത്? ഇതെല്ലാം പോട്ടെ, സോണിയാഗാന്ധി അടുത്തേക്ക് ഇവരെങ്ങനെ എത്തി എന്നുള്ളതിന് കൃത്യമായ ഒരു മറുപടി പറയാൻ ഇതുവരെ ഈ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? ഏറ്റവും ഒടുവിൽ ആന്റോ ആന്റണി പറഞ്ഞു വെക്കുന്ന എവിടെ? ബാംഗ്ലൂരുള്ള, അതായത് കർണാടകയിലെ കോൺഗ്രസ് നേതാക്കന്മാരുടെ പിന്തുണയോടുകൂടി അവർ പറഞ്ഞിട്ടാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ പോയത് എന്നാണ് പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി ബാംഗ്ലൂർ എത്തുമ്പോഴും അടൂർ പ്രകാശ് ബാംഗ്ലൂർ എത്തുമ്പോഴും എന്തായിരുന്നു ഇവർ തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ? ഇതെല്ലാം ആർക്കെങ്കിലും അറിയുമോ? പലപ്പോഴും അടൂർ പ്രകാശ് ബാംഗ്ലൂരിൽ പോകാറുണ്ടത്രേ. എന്തിനാണ് അടൂർ പ്രകാശ് ബാംഗ്ലൂരിൽ പോകുന്നത്? അടൂർ പ്രകാശിനെ ബാംഗ്ലൂരിലെ കാര്യം നോക്കാനല്ലോ, കണ്ണൂരിലെ കാര്യം നോക്കാൻ, കർണാടകയിലെ കാര്യം നോക്കാനല്ലോ ഏൽപ്പിച്ചത്. ആറ്റിങ്ങലുകാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അങ്ങ് ലോക്സഭയിൽ പോകാൻ വേണ്ടിയാണ് ഏൽപ്പിച്ചത്. ആ അടൂർ പ്രകാശ് എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്, കർണാടകയിൽ പോകുന്നത്? കർണാടകയിൽ പോകുമ്പോൾ ആ കൃത്യസമയത്ത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ എത്തുകയും അടൂർ പ്രകാശുമായി കൂടിക്കാഴ്ചയും നടത്തുന്നത്? അതിന്റെ ആവശ്യം എന്തായിരുന്നു? അതായത് ഒരാൾ കള്ളനാണോ ഇല്ലയോ അതിന് നൽകുന്ന ഒരു വലിയ വിശദീകരണം, വി ഡി സതീശന്റെ വിശദീകരണം വളരെ ബഹുകേമമാണ്. അതായത് കേരളത്തിലെ ടൂറിസം പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരു വനിതയെ, അതായത് ഒരു യൂട്യൂബറെ ഇവിടേക്ക് കൊണ്ടുവരുന്നു. ആ യൂട്യൂബർ പോയതിനു ശേഷം കുറെ കാലത്തിന് ശേഷം ആ യൂട്യൂബറെ ചാരക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ വളരെ മാന്യമായ നിലപാടെടുത്തു എന്നാണ് പറയുന്നത്. കാര്യം കൊണ്ടുവരുന്ന സമയത്ത് അറിയില്ലല്ലോ ഇദ്ദേഹം കള്ളനാണോ കൊള്ളക്കാരനാണോ എന്നുള്ള കാര്യം, അല്ലെങ്കിൽ ഇവർ ചാരപ്രവൃത്തി നടത്തുന്ന വനിതയാണോ എന്നറിയില്ല എന്ന് പറഞ്ഞു. ശരി, അന്ന് ഞങ്ങൾ വലിയ ശക്തമായ നിലപാടെടുത്തു എന്ന് വി ഡി സതീശൻ പറയുന്നുണ്ട്. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പലതവണയായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിന് എന്നുള്ള ചോദ്യം മാത്രമേ ഉള്ളൂ. ഒരാളെ യൂട്യൂബറെ ഇവിടെ കൊണ്ടുവന്ന് യൂട്യൂബിൽ വീഡിയോ ചെയ്യിക്കുന്നു, അത് പുറത്തേക്ക് പോകുന്നു. കാര്യം ശരിയാണ്, കഴിഞ്ഞു അത്. പിന്നെ നിത്യ സന്ദർശനം നടത്തുകയോ മുഹമ്മദ് റിയാസിന്റെ ഓഫീസിലേക്ക് വരികയോ അല്ലാന്നുണ്ടെങ്കിൽ മുഹമ്മദ് റിയാസ് അവരുടെ ഓഫീസിലേക്ക് കാണാൻ പോവുകയോ അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. മുഹമ്മദ് റിയാസ് ബാംഗ്ലൂരിൽ എത്തുമ്പോൾ ആ വനിത വന്ന് മുഹമ്മദ് റിയാസിൻ്റെയുമായി കൂടിക്കാഴ്ച നടത്തുന്നില്ല. അല്ലെങ്കിൽ ആ വനിതയും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ MA ബേബിയോ അല്ലെങ്കിൽ അന്ന് പിണറായി വിജയനെയോ കാണാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോഴും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇവിടെ അടൂർ പ്രകാശ് കൃത്യമായി കർണാടകയിലേക്ക് പോകുന്ന ജാലഹള്ളിയോ അങ്ങനെ എന്തോ പറയുന്ന സ്ഥലത്താണ്. അവിടേക്ക് പോകുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കൂടിക്കാഴ്ച നടത്താറുണ്ട്. എന്തിന്? ശബരിമലയിലെ തന്ത്രി മുഖ്യനല്ല പിന്നെ ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി. അങ്ങനെ കൂടിക്കാഴ്ച നടത്താനും മാത്രമുള്ള എന്ത് രാഷ്ട്രീയ പ്രസക്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത്? ഇപ്പൊ സോണിയാഗാന്ധിയുടെ മുന്നിലേക്ക് പോയത് കള്ളനല്ല എന്ന്, അല്ലെങ്കിൽ കള്ളനാണ് എന്ന് അറിഞ്ഞിട്ടല്ല, ശരി, സമ്മതിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ എന്തിനാണ് ഒരു ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വെറും സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്നുള്ള പദവി മാത്രം UDF-കാർ കൊടുത്തു നിർത്തിയിരിക്കുന്ന ഒരു വ്യക്തിയെ ഇത്ര വലിയ പ്രാധാന്യത്തോടു കൂടി പോയി കാണേണ്ട ആവശ്യം എന്തായിരുന്നു? അല്ലെങ്കിൽ ഇത്രയും മാത്രം വളരെ ചെറിയ ഒരു കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഈ സ്പോൺസർഷിപ്പ് കോർഡിനേറ്റർ എന്ന് പറയുന്ന വളരെ വളരെ താഴേക്കിടയിലുള്ള ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ സോണിയാഗാന്ധിയുടെ പക്കലേക്ക് എന്തിനാണ് എത്തിച്ചത്? അദ്ദേഹത്തിന് രാഷ്ട്രീയമായി യാതൊരു പങ്കാളിത്തവുമില്ല. കോൺഗ്രസിലെ ഒരു നേതാക്കന്മാരുമായി അങ്ങനെ അവിഹിതമായി യാതൊരു ബന്ധങ്ങളുമില്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം? ശബരിമലയുടെ പേരിലാണോ അദ്ദേഹത്തെ അവിടെ കൊണ്ടെത്തിച്ചത്? ശബരിമലയുടെ പേരിൽ അങ്ങനെ കൊണ്ടെത്തിക്കേണ്ട ആവശ്യം എന്താണ്? തന്ത്രിയാണെങ്കിൽ ശരി, സോണിയാഗാന്ധി വേറെ സുരക്ഷാ ഇതെല്ലാം മറന്നുകൊണ്ട് തന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി സോണിയാഗാന്ധി എത്തും. കാര്യം തന്ത്രി എന്ന് പറഞ്ഞാൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ഠരര് രാജീവരെ പോലുള്ള ആൾക്കാരാണല്ലോ തന്ത്രിമാര്. അപ്പം യാതൊരു സെക്യൂരിറ്റി റീസൺസും ഇല്ലാതെ, ഒരു പക്ഷേ ക്രൈറ്റീരിയയും ഇല്ലാതെ ഇവർ കണ്ടതിനെ സോണിയാഗാന്ധി. പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും പിന്നെ അതോടൊപ്പം തന്നെ ഒരു സ്വർണ്ണക്കട നടത്തുന്ന ഒരു ജ്വല്ലറി ഷോപ്പിന്റെ ഉടമയായ ഗോവർദ്ധൻ എങ്ങനെ അവിടെ കയറി ചെല്ലുന്നു? ഒരു രാഷ്ട്രീയ പ്രാധാന്യമില്ലെങ്കിൽ. അപ്പം ഇതിനകത്ത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന പോലെ BJP-ക്കാരുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പങ്കാളിത്തമുണ്ട്, കോൺഗ്രസിലെ ഉന്നത നേതാക്കന്മാരുമായി പങ്കാളിത്തമുണ്ട്. ഇത് നമ്മൾ വിളിച്ചോതുന്നത് ഇദ്ദേഹത്തിന് വലിയ തന്ത്രജ്ഞനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി. കാര്യം ആരെ മീറ്റ് ചെയ്തിരുന്നാലും ഫോട്ടോ എടുത്ത് സൂക്ഷിക്കുക, ഏതൊരു ചടങ്ങിൽ പങ്കെടുത്താലും ആ ഫോട്ടോകളെല്ലാം വളരെ കൃത്യമായി സൂക്ഷിക്കുക. ഇതെല്ലാം പിന്നീട് ഈ വരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം വലിയ കെണിയായി മാറുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് വി ഡി സതീശൻ ഉയർത്തുന്ന വാദം അടൂർ പ്രകാശിനെ ഇത് വിളിക്കുമ്പോൾ SIT വിളിച്ച് മാധ്യമങ്ങളെ അറിയിക്കുന്നു അതുകൊണ്ട് അടൂർ പ്രകാശ് വരുന്നുണ്ട് എന്ന്. അതേസമയം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു മാധ്യമങ്ങളോട് പറയുന്നില്ല. പക്ഷപാതിത്വപരമായ സമീപനം ഇവിടെ വലിയൊരു എന്ന് വെച്ചാൽ ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ
വി.ഡി. സതീശൻ പറയാൻ ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തത് രാഷ്ട്രീയ പ്രേരിതമാണ്. സംസ്ഥാന സർക്കാരിന് എന്തൊക്കെയോ മറയ്ക്കാനുണ്ട്. തന്നെയുമല്ല, ഈ പറയുന്ന അകത്ത് കിടക്കുന്ന പത്മകുമാറിനെയും അതോടൊപ്പം തന്നെ എൻ വാസുവിനെയും പുറത്തെത്തിക്കാൻ വേണ്ടിയിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങളാണ്. അതായത് ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം മറ്റ് കോൺഗ്രസ് നേതാക്കന്മാരിലേക്ക് ചാരി വെച്ചുകൊണ്ട് ഇവരെ രണ്ടുപേരും രക്ഷപ്പെടുത്തിയെടുക്കുക. അങ്ങനെ ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന പറയുന്നത്. അങ്ങനൊന്നുമില്ല. ഉപ്പ് തിന്നവൻ ആരായിരുന്നാലും വെള്ളം കുടിക്കുമെന്ന് പിണറായി സഖാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിച്ചിരിക്കും. അതിനി കോൺഗ്രസ് ആണെങ്കിലും അല്ലെങ്കിൽ ഈ CPM ആണെങ്കിലും. ഇപ്പൊ ഈ കോടതിക്ക് അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ പ്രേരിതമായ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ടോ എന്ന് കൂടി വി.ഡി. സതീശൻ വ്യക്തമാക്കണം. അങ്ങനെ SIT എന്ന് പറയുന്നവർ ചട്ടവിരുദ്ധമായിട്ട് മാധ്യമങ്ങളെ വിവരം അറിയിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വി.ഡി. സതീശന് കോടതിയിൽ പോകാം. SIT ചെയ്ത് തെറ്റായിപ്പോയി, അവരുടെ കോൾ ഹിസ്റ്ററി പരിശോധിക്കാം. അത് ഹൈക്കോടതിക്ക് സിമ്പിളായി സ്വമേധയാ കേസെടുത്ത കാര്യങ്ങൾ മുന്നോട്ട് നീക്കാം. കോടതിയല്ലേ, കോടതി പറഞ്ഞാൽ പോരെ. അവരുടെ കോൾ റെക്കോർഡുകൾ പരിശോധിക്കണം. ആരാണ് അവിടേക്ക് പുറത്തേക്ക് വിവരം അറിയിച്ചത്, അതിന്റെ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായി ഹാജരാക്കണം. അങ്ങനെയുള്ളവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം. മാത്രമല്ല, അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുന്ന അടക്കമുള്ള അത് കോടതി നിർദ്ദേശിച്ചാൽ സർക്കാരിന് ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഹൈക്കോടതി പറയുകയാണ് ആഭ്യന്തര വകുപ്പിനോട്, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ SIT-യിലുണ്ട്, ആ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണം. അങ്ങനെ എപ്പോഴെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ വിടുവായത്വം കൊണ്ട് കോടതി ഒരു കാര്യം മനസ്സിലാക്കുകയും അതിലൂടെ കോടതി എന്തെങ്കിലും നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട് കോടതിയെ സമീപിക്കുന്നില്ല? ഞാൻ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം ഇതാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്കറിയാമെങ്കിൽ ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതമായി. കടകംപള്ളി സുരേന്ദ്രൻ വന്നത് മാധ്യമങ്ങളെ അറിയിച്ചില്ല. അതേസമയം അടൂർ പ്രകാശ് വന്നത് മാധ്യമങ്ങളെ വിളിച്ചറിയിച്ചു, SIT എന്നുള്ള ഉദ്യോഗസ്ഥര്. അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവുകൾ വി.ഡി. സതീശന്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും അത് ഹൈക്കോടതിയെ ധരിപ്പിക്കേണ്ടതാണ്, ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തേണ്ടതാണ്. കടകംപള്ളി സുരേന്ദ്രനെതിരായിട്ട് നിങ്ങളുടെ കയ്യിൽ, വി.ഡി. സതീശന്റെ കയ്യിൽ ആരോപണങ്ങൾ അല്ലെങ്കിൽ തെളിവുകൾ ഉണ്ടെങ്കിൽ ആ തെളിവുകൾ കോടതിയെ ഹാജരാക്കി കടകംപള്ളി സുരേന്ദ്രനെ ശിക്ഷിക്കണമെന്നേ. അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്. എന്നാൽ അതൊന്നും ചെയ്യാതെ ഈ രീതിയിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നതിൽ എന്താണ് അർത്ഥം? ഇതുകൊണ്ടാണ് പറഞ്ഞത്, UDF-ന്റെ കഴുത്തെ ചുറ്റിയിരിക്കുന്ന ആ പാമ്പ് UDF-കാരെ തന്നെ കൊത്തി തുടങ്ങി. ആ കൊത്തിയപ്പോഴുണ്ടായ മനോവിഭ്രാന്തി അല്ലെങ്കിൽ ആ കൊത്തി തുടങ്ങിയപ്പോഴുണ്ടായ വെപ്രാളമാണ് ശരിക്കും ഇപ്പൊ UDF നേതൃത്വത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാനരഹിതമായി എന്തെങ്കിലും ആരോപണം, ഏത് CPM-കാരനാണ് അജയ് തറയിൽ നിങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത്? ആ CPM-കാരന്റെ പേര് പുറത്തേക്ക് വിടൂ. ഇന്ന ബ്രാഞ്ച് കമ്മിറ്റിയിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ന LC-യിൽപ്പെട്ട ഇന്ന ഏരിയ കമ്മിറ്റിയിൽപ്പെട്ട ഇന്ന നേതാവ് പറഞ്ഞു എന്ന് സധൈര്യം പറയൂ. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടി ഉണ്ടാവും. പാർട്ടി വഞ്ചന നടത്തി, പാർട്ടി അങ്ങനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെ ഒരാളെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? അതായത് SIT-യുടെ വിവരങ്ങൾ ചോർത്തിക്കൊടുക്കുന്ന ഒരു പാർട്ടി നേതാവ് ഉണ്ടെങ്കിൽ അത് തെറ്റല്ലേ? അപ്പൊ നിങ്ങൾ സംരക്ഷിക്കേണ്ടത് നിങ്ങളെ വിളിച്ചു പറയാൻ CPM-കാരനെയാണോ നിങ്ങൾ സംരക്ഷിച്ചു പിടിക്കുന്നത്? നിങ്ങളുടെ മൂല്യങ്ങളെയല്ലേ മിസ്റ്റർ അജയ് തറയിൽ? എന്തുകൊണ്ടാണ് സാർ നിങ്ങളത് ചെയ്യാത്തത്? നിങ്ങൾ പാർട്ടി ഘടകത്തെ അറിയിച്ചോ? മാധ്യമങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് പറയും, ഇന്ന സഖാവ് അല്ലെങ്കിൽ ഇന്ന ഏരിയ കമ്മിറ്റിയിൽപ്പെട്ട ഇന്ന ജില്ലാ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഇന്ന ഏരിയ കമ്മിറ്റിയിലോ ഇന്ന LC-യിലോ ഇന്ന ബ്രാഞ്ചിലോ പെട്ട ഏതെങ്കിലും ഒരു സഖാവിന്റെ പേര് നിങ്ങൾ പുറത്തേക്ക് വിടൂ. പാർട്ടി നടപടി എടുത്തോളും. 40 വർഷം കൂടെ നടന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന കട്ടപ്പയ്ക്കെതിരെ നടപടിയെടുക്കാൻ ഇവിടുത്തെ പാർട്ടിക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഈ രീതിയിൽ സർക്കാരിനെ ചെളിവാരിത്തേക്കുന്ന ഒരു സഖാവ് വളർന്നിട്ടുണ്ടെങ്കിൽ ആ സഖാവിനെതിരെ നടപടി ഉണ്ടാവും. എന്തുകൊണ്ടാണ് അത് പറയാത്തത്? പേര് പുറത്ത് പറയൂ. നിങ്ങൾ എന്തിനു പേടിക്കണം? നിങ്ങളുടെ വീട്ടിലേക്ക് ആരും ഉപദ്രവിക്കാൻ വരില്ല. നിങ്ങളെ അറസ്റ്റ് ചെയ്യാനാണ്. അതായത് എറണാകുളം ജില്ലയിൽ പുതിയുഗ യാത്ര എത്തുമ്പോൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യുമെന്നല്ലേ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ച് പറഞ്ഞുകൂടെ, ഇന്ന ആളാണ് എന്നോട്, ഇന്ന സഖാവാണ് എന്നെ വിളിച്ച് പറഞ്ഞത് എന്ന് പറയാം, ധൈര്യമായി പറയാം, ഒരു തെറ്റുമില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ രാഷ്ട്രീയത്തിൻ്റെ ഇതിനകത്ത് തന്നെ പച്ചയ്ക്ക് കള്ളം പറയുകയല്ലേ. 27 പേര് കൊടുത്ത സ്വർണം, അതായത് ശബരിമലയിലെ കൊടിമരത്തിന് വേണ്ടി 27 പേരുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏകദേശം 9 കിലോയും 161 ഗ്രാം സ്വർണം അവിടെ ഫീനിക്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തു. ഇത് കൂടാതെ അവിടേക്ക് എല്ലാം കൂടെ, അതായത് 9.161 കൂടാതെ മൊത്തം ഉള്ളത് 9.9 കിലോയും 9.5 കിലോയ്ക്ക് മുകളിൽ സ്വർണം അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ 9,300 മാത്രമാണ് അവിടെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളത്. ബാക്കിയുമുണ്ട് സ്വർണം. അപ്പോൾ ഈ സ്വർണ്ണമൊക്കെ എവിടെ നിന്ന് വന്നു, ആരൊക്കെ തന്നു, കണക്കുകളൊന്നുമില്ല. ആ കണക്കുകൾ നിങ്ങൾ ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? അറ്റ്ലീസ്റ്റ് വിജിലൻസിനോടെങ്കിലും ബോധ്യപ്പെടുത്തേണ്ടതല്ലേ? അപ്പോൾ ഈ പറയുന്ന പോലെ അഡ്വക്കേറ്റ് കമ്മീഷണറും ഇതിനകത്ത് ഒത്തുകളിക്കുന്നുണ്ട്. അദ്ദേഹം ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യവും കൃത്യമായി കോടതി കണ്ടെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്യണമെന്ന് തന്നെയാണ് വിജിലൻസിനോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഈ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ കഴുത്തിലിട്ട ഒരു പാമ്പ് തിരിഞ്ഞു കൊത്തുന്നു എന്ന് UDF-കാർ ചിന്തിച്ചാൽ മാത്രം മതി.
ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല, രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഇവിടെ പ്രസക്തിയുമില്ല. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.